ജിജി ഇപ്പൊ നിന്റെ കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, എന്തേ പറ്റി? നല്ല വീഡിയോ ആയിരുന്നു, അങ്ങനത്തെ വീഡിയോ ചെയ്യണേ. കുറച്ചു പേരെങ്കിലും എന്നോട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണേ. ഇന്നത്തെ കഥ നമുക്ക് ഈ ഫിഷ് കറിയോട് കൂടെ തന്നെ അങ്ങ് കേട്ടേക്കാം. ജീവിതത്തിലെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കുന്ന തത്രപ്പാടിനിടയിൽ എൻ്റെ അപ്പച്ചൻ കെട്ടിയ പല വേഷങ്ങളിൽ ഒന്നാണ് കേട്ടോ ഒരു മീൻ കച്ചവടക്കാരന്റെ വേഷം. പുള്ളി ഇപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറെ കാലങ്ങളായിട്ട് മീനും മീൻ വിഭവങ്ങളെല്ലാം നമ്മുടെ അടുക്കളയിലെ നിത്യസന്ദർശകരാണ്. മീനിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഥ ഓർക്കുന്നത്. പണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന് നേരായ വഴി, പിന്നെ ഒരു വളഞ്ഞ വഴി, അത് പൈപ്പ് ലൈനിൽ കൂടെ. അവിടെ മഴക്കാലമായാൽ ചെറിയ തോട്ടിലൊക്കെ വെള്ളം കയറും കേട്ടോ. അതിൽ കുറേയധികം മീനുകളും തവളക്കുട്ടന്മാരും ഒക്കെ കാണും. വെള്ളത്തിൽ കളിച്ച് അസുഖങ്ങൾ വരുമെന്നത് കൊണ്ടും പിന്നെ ചെറിയ തോട്ടിലും കിണറ്റിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ കളിച്ച് വെള്ളത്തിലെങ്ങാനും പോയാലോ എന്ന് പേടിച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, പൈപ്പ് ലൈൻ വഴിക്ക് വരരുതെന്ന്. അനുസരണക്കേട് കാണിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, പക്ഷെ അവിടെ വെള്ളം കയറുമ്പോൾ കർച്ചീഫ് കൊണ്ട് മീൻ പിടിക്കുന്ന കഥകളും വെള്ളത്തിൽ കളിക്കുന്ന കഥകളും എല്ലാം കൂട്ടുകാർ വന്ന് പറയുന്നത് കേട്ട് എനിക്കും ഒരാഗ്രഹം, ആ വഴിക്ക് ഒരു ദിവസമെങ്കിലും വരണമെന്ന്. ഞാൻ എൻ്റെ ഉണ്ണിയോട് ഈ ആ കാര്യം തുറന്നു പറഞ്ഞു. എന്തൊക്കെയോ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞാൻ അവനെ വീഴ്ത്തി. വീട്ടിൽ പറയരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് പ്രോമിസൊക്കെ മേടിച്ച് ഞങ്ങൾ ആദ്യമായി ആ വഴിക്ക് വന്നു. മീൻ പിടിച്ചു, വെള്ളത്തിൽ കളിച്ചു. ഓർക്കുമ്പോൾ എല്ലാം ഇന്നലെ നടന്ന പോലെയായിട്ട് തോന്നണേ. ബട്ട് എൻ്റെ അത്ര തന്നെ പഴക്കമുണ്ട് ഈ കഥയ്ക്കും. അതൊക്കെ പോട്ടെ, കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരും വഴി തന്നെ അറ്റം നനഞ്ഞ പാവാടയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വീട്ടിൽ വന്ന വഴിക്ക് എന്നെ കണ്ട വഴിക്ക് അമ്മ ചോദിച്ചു, നേരം വൈകിയല്ലോ, എവിടെയായിരുന്നു ഇത്ര നേരം? നിന്റെ പാവാടയൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ. ആ ചോദ്യം അമ്മ മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ എൻ്റെ അടുത്തു നിന്ന് ഒരു അശരീരി. ഇല്ലമ്മേ, ഞങ്ങള് പൈപ്പ് ലൈൻ വഴിക്കല്ല വന്നേ, വെള്ളത്തിൽ കളിച്ചിട്ടുമില്ല. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അടിയായി, ഇടിയായി, മൊത്തം പുകയായി. ഇത്ര നിഷ്കളങ്കനായ സഹോദരനെ തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്മരിച്ചു. അവൻ അന്നും ഇന്നും അങ്ങനെ തന്നെയാട്ടോ. അതൊക്കെ ഒരു കാലം. അനുസരണക്കേടുകളുടെയും കള്ളത്തരങ്ങളുടെയും ഒരു തുടക്കം മാത്രമായിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചൂട് ചോറും മീൻകറി, ചോറും ഒരു പീസ് മീനും കൂടെ വെച്ചിട്ടുണ്ട്. ആദ്യം കഴിച്ചേക്കാം, മീൻ വറുത്തത് പിന്നെ കഴിച്ചേക്കാം. സൂപ്പർ ആട്ടോ. പിന്നെ മീൻകറി ഇഷ്ടമില്ലാത്തവർ വളരെ 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 റയറാണ്. എല്ലാ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മീനും മീൻകറി. മീൻ വറുത്തതൊക്കെ അല്ലേ. നമുക്ക് മീൻ വറുത്തത് കൂടെ കിട്ടിയിട്ട് ഫസ്റ്റ് ചോദിച്ചേക്കാവേ. സൂപ്പർ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. ഞാൻ ചോറ് കഴിക്കട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം മറക്കരുത്. ചുമ്മാ തന്നെ ചിരിച്ചോണം, ജീവിതം പൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.